അപ്പോൾ സ്പിന്നി ബ്രോ, ആസ് എ കസ്റ്റമർ വൈ ഷുഡ് വി സെൽ എ കാർ ഇൻ സ്പിന്നി? നമ്മളെ സ്പിന്നിൽ ഞാൻ കണ്ട ഒരു ഭയങ്കര ഒരു പോയിന്റ് കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന് മെയിൻലി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 200 ചെക്ക് പോയിന്റ്സിൽ ഇവർ ചെക്ക് ചെയ്യും വണ്ടി എടുക്കുന്നതിന് മുമ്പ്. എല്ലാവരും തലവേദനയാണ് ഇപ്പോൾ യൂസ്ഡ് കാറിൽ RC ട്രാൻസ്ഫർ, ഇതിനൊക്കെ 3 ഇയർ സ്പിന്നി വാറണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വണ്ടി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അന്ന് തൊട്ടുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കല്ലേ? നമ്മുടെ 3 സീരീസ് എടുത്തിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ ഇവനെ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്താലോ എന്ന് ചെറിയൊരു പ്ലാനുണ്ട്. ഫണ്ടൊന്നും ആയിട്ടില്ല. ഫണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇവനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ലോക്കൽ ഡീലേഴ്സിൻ്റെ അടുത്തൊക്കെ ഇവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാല്യുവേഷൻ കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ യൂഷ്വലി സെല്ല് ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ തവണ നമ്മൾ വെർണ കൊടുത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ വെർണ കൊടുത്തപ്പോൾ എനിക്ക് ഏറ്റവും നല്ല പാക്കേജ്, ഏറ്റവും നല്ല ഓഫർ വന്ന് സ്പിന്നി കാസിൽ നിന്നായിരുന്നു. അപ്പോൾ നമുക്കിവനെ സ്പിന്നി കാസിലൊന്ന് കൊണ്ടുപോയി ഇവൻ്റെ വാല്യുവേഷൻ ഒന്ന് ചെയ്ത് നോക്കിയാൽ എത്ര അവർ പറയുമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് വേറെ വണ്ടി അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ തരാം. ഇത് ഞാൻ സ്റ്റേജ് 1 ട്യൂൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ റെഡ് ബാൻഡ് റേസിംഗിൽ നിന്ന്. അതുപോലെ തന്നെ റോഷോ കംപ്ലീറ്റ്ലി ഒരു നാനോ കോട്ടിങ് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ UV പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു സൺ ഫിലിം തണ്ട ഒരു പ്രോപ്പർ ലൈക്ക് കറക്റ്റ് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ലീഗലായിട്ടുള്ള സൺ ഫിലിമും ചെയ്തിട്ടുണ്ട്. അതും റോഷോയിൽ നിന്നാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസും ഒരു കംപ്ലീറ്റ് ഒരു ഇൻഡെപ്ത് റിവ്യൂ, എത്ര മെയിൻ്റനൻസ് എത്ര വന്നിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. 2018 മോഡലാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, 320D ഡീസൽ. അപ്പോൾ ഇവനെ നമുക്ക് ജസ്റ്റ് നമ്മുടെ സ്പിന്നിലൊന്ന് കൊണ്ടുപോയി ഇവൻ എന്ത് വാല്യുവേഷൻ കിട്ടും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ വണ്ടിക്കകത്ത് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമുക്ക് ടാറ്റ അവരുടെ ടിയാഗോ EV ഒരു ലോങ് ടേം റൈഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലമായിട്ട് ഇവനെ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതാണ്ട് ടയർ പ്രഷർ, ടയറൊക്കെ കുറഞ്ഞിരിക്കുകയാണ്, കാറ്റൊക്കെ കുറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കാറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് പോകാം. അപ്പോൾ ഈ സ്പിന്നി കാസിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കൊച്ചിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പില്ലർ നമ്പർ 375 ഓപ്പോസിറ്റ്, അതായത് എടപ്പള്ളി എത്തുന്നതിന് മുമ്പ് നമ്മുടെ ലുലു മാളൊക്കെ കഴിഞ്ഞിട്ട് അവിടെയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തോളും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൊച്ചിയിൽ അങ്ങ് കൊണ്ടുപോകാൻ മടിയാണെന്നുണ്ടെങ്കിൽ സ്പിന്നിയുടെ ഒരു ആപ്പുണ്ട്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെവിടാണോ നിങ്ങളുടെ ലൊക്കേഷനിൽ അവരുടെ ഒരു ഇൻസ്പെക്ടർ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു വാല്യുവേഷനും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നമുക്ക് പക്ഷേ ജസ്റ്റ് അവിടെ പോകുമ്പോൾ അവരുടെ ഫുൾ പ്രൊസീജിയറൊക്കെ കാണാം. പിന്നെ അതുപോലെ അവരുടെ ലോട്ടിൽ ഏതെങ്കിലും അപ്ഗ്രേഡിന് പറ്റിയ പ്രീമിയം കാർ കിടപ്പുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ കാറാണ് കിടക്കുന്നതെന്നും കൂടെയുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കണ്ട പില്ലർ നമ്പർ 375 ഓപ്പോസിറ്റാണ് സ്പിന്നി വരുന്നത്. പക്ഷേ അവിടുത്തെ U-ടേൺ ഇപ്പോൾ എടുത്ത് കളഞ്ഞതുകൊണ്ട് നമ്മളിതാണ്ട് ഇവിടെ എത്തി. ഇതാണ് സ്പിന്നി കാസിൻ്റെ കൊച്ചിയിലെ അവരുടെ ഓഫീസും യാർഡും വരുന്നത്. ലെഫ്റ്റ് കൂടെ ഇൻഡിക്കേറ്റർ ഇട്ടാലും ഇങ്ങനെ കയറിപ്പോവും. അപ്പോൾ ഞാൻ നല്ല സ്റ്റൈലിൽ കൊണ്ടുവന്ന് നമ്മുടെ സ്പിന്നിയുടെ ഫ്രണ്ടിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ലിയോ ഇവിടുത്തെ സെയിൽസ് മാനേജറുണ്ട്. അപ്പോൾ ബ്രോയോട് ചോദിക്കാം എന്താണ് ഇവൻ്റെ പ്രൊസീജിയർ വരുന്നത്, ഇൻസ്പെക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഹായ് ബ്രോ, വെൽക്കം ടു ചാനൽ. എനിക്ക് നമ്മൾ പണ്ടൊരു വീഡിയോയ്ക്ക് വണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പിന്നി ബ്രോ, ആസ് എ കസ്റ്റമർ വൈ ഷുഡ് വി സെൽ എ കാർ ഇൻ സ്പിന്നി? സോ ഒന്നാമത്തെ കാര്യം ഏറ്റവും ബെസ്റ്റ് പ്രൈസ്. സോ നമ്മളിപ്പം കാർ നമ്മൾ വാല്യുവേഷൻ ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പ്രൈസിംഗ് ആണ് നമുക്ക് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൈസിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കോട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കിടക്കുന്ന കാറുകൾ തന്നെ. സോ നമുക്ക് അത്രയും നല്ല പ്രൈസിങ് ആയാലും നമുക്ക് നല്ല കാറുകൾ നമുക്ക് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വാല്യുവേഷൻ കഴിഞ്ഞ് വിത്തിൻ 24 hours നമുക്ക് പ്രൈസും വരും. സോ വൺസ് പ്രൈസ് കിട്ടിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 hour ഫുൾ പേയ്മെൻറ്റും കൊടുത്ത് കാർ നമ്മൾ പർച്ചേസ് ചെയ്ത് വാങ്ങും. അതിനുശേഷം ബാക്കി എല്ലാവരുടെയും തലവേദനയാണ് ഇപ്പോൾ യൂസ്ഡ് കാറിൽ RC ട്രാൻസ്ഫർ കംപ്ലീറ്റ് നമ്മളാണ് ടേക്കൻ കെയർ ചെയ്യുക. സോ കസ്റ്റമർ അതിൽ യാതൊരു തരത്തിലുള്ള പേടിക്കലോ കാര്യങ്ങളൊന്നും വേണ്ട. ഇല്ല. അപ്പോൾ നമുക്കെങ്കിൽ ആദ്യം ഈ വണ്ടിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ അല്ലേ? നിങ്ങൾക്ക് ഇൻസ്പെക്ടർ ഇവിടെ തന്നെ? അതെ, നമുക്കൊരു 200 ചെക്ക് പോയിന്റ് ഇൻസ്പെക്ഷൻ ആണ് വരിക. സോ അത് നമുക്കിവിടെ ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഒരു 45 minutes ഉള്ള ഒരു പ്രൊസീജിയറാണ്. സോ അവർ തന്നെ ലൈക്ക് ഇൻസ്പെക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് പ്രൈസ് കസ്റ്റമർ വിളിച്ച് അറിയിക്കുക ചെയ്യാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇൻസ്പെക്ഷൻ നടത്തി നോക്കിയാലോ? വണ്ടി എങ്ങനെയുണ്ട്, കാണാൻ എങ്ങനെയുണ്ട്? കണ്ടിട്ട് അടിപൊളിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ലുക്ക് വൈസ് അല്ല, മെക്കാനിക്കൽ ആൻഡ് ബാക്കി പരിപാടിയാണ് നമുക്ക് അറിയണ്ടേ. അവർ ഞെട്ടിക്കില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വണ്ടി ഒന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ അതാണ്ട് നമ്മുടെ അമൽ ബ്രോ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മെയിൻലി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 200 ചെക്ക് പോയിൻറ്റ്സിൽ ഇവർ ചെക്ക് ചെയ്യും വണ്ടി എടുക്കുന്നതിന് മുമ്പ്. ഇത് മെയിൻലി നോക്കുന്നതെന്ന് പറഞ്ഞാൽ എൻജിൻ ഗിയർ ബോക്സ് പണിതിട്ടുണ്ടോ എന്നുള്ള 1, ഫ്ലഡ് അഫക്റ്റഡ് വണ്ടിയാണോ എന്നുള്ള 2, പിന്നെ അതുപോലെ തന്നെ ചെറിയ മൈനർ കുഞ്ഞു തട്ടൊന്നും പ്രശ്നമില്ല, പെയിൻറ്റിന് കംപ്ലീറ്റ്ലി റീപെയിൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീറ്റർ, ഇപ്പോൾ നമ്മുടെ കിലോമീറ്റർ എത്രയാണെന്നുള്ളത് ടാമ്പർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാ ഹിസ്റ്ററിയും കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്.
അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഇവരൊരു വാല്യുവേഷൻ തരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ആപ്പ് വഴി തന്നെ നമുക്ക് കറക്റ്റ് വാല്യുവേഷൻ എത്രയുണ്ട്, എന്തൊക്കെയാണ് വണ്ടിയുടെ കംപ്ലയിൻറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ എൻജിൻ ബേക്കകത്ത് പൊടി കാണുന്നത് ഞങ്ങൾക്ക് മണ്ണിക്കൂടെ ഡ്രിഫ്റ്റ് ചെയ്യുന്നൊരു ചെറിയൊരു ഹോബിയുണ്ട്, അതാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ സമയമായി. പിന്നെ ആക്സിഡൻറ്റ് വണ്ടിയാണെന്ന് അവർ ചെക്ക് ചെയ്യും കേട്ടോ. ഓരോ പില്ലറും ഓരോ എല്ലാ സ്ഥലവും നോക്കി എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്കിങ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു 45 മിനിറ്റ് പ്രോസസ്സാണ് വരുന്നത്. അതായത് ഇവരുടെ ആപ്പിലേക്ക് ഇതെല്ലാം അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവരുടെ യാർഡ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ കുറേ ലക്ഷറി കാറുകൾ ഇപ്പോൾ ഇവിടെ കുറവാണ്, അവരതിൻ്റെ സെഗ്മെൻറ്റ് തുടങ്ങുന്നുള്ളതാണ് പറയുന്നത്. കുറച്ചുകൂടെ കാറുകളൊക്കെ എടുത്ത്, പക്ഷേ ഇവിടെ കുറേ വാല്യൂ ഫോർ മണിയുള്ള കാറുണ്ട്. നമ്മുടെ ഫ്രണ്ട് ശരത്തൊരെണ്ണം നോക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവന് പറ്റി ഏതെങ്കിലും വണ്ടി ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് തരാം. അപ്പോൾ നമ്മുടെ ലിയോ ബ്രോനെ കൂടെ ഞാൻ കൂടെ പിടിച്ചിട്ടുണ്ട്, നമ്മൾ ഈ യാർഡിലൊക്കെ തപ്പാൻ പോകുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു ബ്രസ്സല്ലേ, ഇത് അർബൻ ക്രൂസർ അല്ലേ? ഇത് ടൊയോട്ട അർബൻ ക്രൂസർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചു, ഏത് ഇയർ ആയിരുന്നു? സോ ഇത് 2022, ഇത് 2022. ആകെ 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. എത്രയാണ് ചോദിക്കുന്നത്? ഇതിന് നമുക്ക് പ്രൈസ് വരുന്നത് 9.8. എടാ ശരത്തെ ഓടിവാ, ഒക്കെ വാല്യൂ ഫോർ മണി ഡീലാണ്. ഒരു 4-5 ലക്ഷം രൂപ ഡിസ്കൗണ്ടാണ് ഈ അർബൻ ക്രൂസർ കിടക്കുന്ന. 22,000 കിലോമീറ്റർ അല്ലേ? 22,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ടോപ്പിൻ്റെ വേരിയൻറ്റ്. അതായത് ഇപ്പോൾ ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, നമ്മൾ എടുക്കുന്ന വണ്ടികളെല്ലാം ഈ പറഞ്ഞ ഡിപ്രീസിയേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് എടുക്കുന്ന നമ്മുടെ 3 സീരീസ്, അതെ, നമ്മുടെ വർണ്ണ പിന്നെ അന്ന് കാലത്ത് അപ്പനെടുത്ത് തന്ന, പിന്നെ സെലേറിയോ, അങ്ങനെ ഏത് വണ്ടി എടുത്താലും നമ്മൾ ആ ഒരു ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡാണ്. ദാറ്റ്സ് എ സ്വീറ്റ് ഡീൽ. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വേഗം നോക്കി. എനിക്കൊന്ന് ബുക്കിംഗ് ആവാറായെന്ന് തോന്നുന്നല്ലേ? കാരണം കാർ നമുക്ക് ക്ലീൻ അല്ലാത്ത വണ്ടി നമുക്ക് ഇന്നലെ കിട്ടിയിട്ടുള്ള ക്ലീനിങ് പെൻഡിംഗ് ആണ്, പക്ഷേ കസ്റ്റമർ നോക്കുന്നുണ്ട് വണ്ടി ഫ്രണ്ടിൽ കൊണ്ട്. നിങ്ങൾ എന്തോ വാറണ്ടിയും കൂടെ കൊടുക്കുന്നില്ലേ? നമുക്ക് ഇതിനൊക്കെ 3 ഇയർ സ്പിന്നി വാറണ്ടി വരും. സ്പിന്നി അഡീഷണൽ 3 വർഷത്തേക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. സോ അത് നമുക്ക് മാരുതി ത്രൂ ക്ലെയിമും ചെയ്യാം. ആണല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, മാരുതി ത്രൂ, അതായത് കമ്പനി വഴി തന്നെ. നമ്മുടെ എല്ലാ ബ്രാൻഡും ഡയറക്റ്റ് ഷോറൂം ത്രൂ നമ്മുടെ അടുത്ത് പോലും വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു പാരന്റ് കമ്പനി ആയതുകൊണ്ട് ഡയറക്റ്റ് കമ്പനി ആയിട്ടാണ് ടൈപ്പും. ഓക്കെ, അതും ഭയങ്കര നല്ല പോയിന്റ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത. പിന്നെ അതുപോലെ തന്നെ ഇത് നല്ലൊരു ഡീലാണെന്നുള്ളത് എൻ്റെ അടുത്ത് ലിയോ ബ്രോ പറഞ്ഞു. ഇത് നമ്മുടെ സെൽറ്റോസിൻ്റെ GT ലൈന് 2021 വേരിയൻറ്റ്. ഇത് ഏതാണ്ട് 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയ GT ലൈൻ എത്രയാണ് പ്രൈസ് എന്നറിയാമോ? 22-23 ലക്ഷം രൂപ. ഇതിനെത്രയാണെന്ന് അറിയാമോ? 13.5 ലക്ഷം രൂപ അല്ലേ? 13,80,000 രൂപ, ഇൻക്ലൂഡിങ് സ്പിന്നി വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. 3 ഇയർ വാറണ്ടി ഇതിന് നമുക്ക് വരും. അതും ഞാൻ DCTക്കൊക്കെ കറന്റ് ഇന്ത്യയിൽ വാറണ്ടി കൊടുക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. വേറെ ആരും DCT ട്രാൻസ്മിഷൻ. അതായത് ഈ നമ്മളെ സ്പിന്നിൽ ഞാൻ കണ്ട ഒരു ഭയങ്കര ഒരു പോയിന്റ് കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവർ കൊടുക്കുന്ന വണ്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ലോ കിലോമീറ്റർ വണ്ടികളാണ്. അതാണ് സ്വീറ്റ് ഡീൽ എന്ന് പറയുന്നത്. നമുക്ക് നല്ല രീതിയിൽ ഓടിക്കാം. നമ്മൾ ഓടിച്ചിട്ട് കൊടുത്താൽ പോലും ഏകദേശം ഈ ഒരു പ്രൈസ് തന്നെ കിട്ടും. അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇത് നല്ല ഡീലാട്ടോ. ഇത് ബുക്ക്ഡ് ആയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി ബുക്ക്ഡ് എന്തെങ്കിലും ക്യാൻസലേഷൻ നോക്കുവാണെങ്കിൽ ഈ സെൽറ്റോസ് നിങ്ങൾ വണ്ടി നോക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്തോണം. ഇറ്റ്സ് എ ഗുഡ് ഡീൽ, ലിറ്ററലി എ ഗുഡ് ഡീൽ. പിന്നെ അവിടെ പുത്തൻ വെന്യൂസ് കിടപ്പുണ്ട്. ഇത് 2023 അല്ലേ? 23 ഓട്ടോമാറ്റിക് ആണ്. ആകെ 6,500 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്തിനാ ആൾക്കാർ കൊടുക്കുന്നത്? നമ്മളെപ്പോലുള്ള വണ്ടി ഭ്രാന്തന്മാർക്ക് എടുക്കാനുള്ള ഒരു അവസരം. ഇതിനെത്ര 11 ഉള്ളൂ. 11.5 അത്ര 11.5 ഇൻക്ലൂഡിംഗ് 3 ഇയർ വാറണ്ടി. പിന്നെ ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ 4 ലക്ഷം രൂപ ഡിസ്കൗണ്ട്. പിന്നെ ഇവിടെ എർട്ടിക നല്ല വണ്ടിയാണ്. പിന്നെ ഏത് വണ്ടിയാണ് നമുക്ക് റെക്കമെൻഡ്? എർട്ടിക നമുക്ക് 2022 ആണ് ഓട്ടോമാറ്റിക്. സോ അതും നമുക്കൊരു 10.8 ആ റേഞ്ചിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് വരുന്നത്. എക്കോസ്പോർട്ടിന് നല്ല ഫാൻസ് ഉള്ള അതേത്? എക്കോസ്പോർട്ട് ആക്ച്വലി ഇത് റയർ ഓട്ടോമാറ്റിക്. എക്കോസ്പോർട്ട് ഓട്ടോമാറ്റിക് അത് ഇറങ്ങിയിട്ടില്ല. അതും 2018 മോഡലാണ്. നമുക്ക് വരുന്നത് 5.2. 5 ലക്ഷം രൂപ. എത്ര കിലോമീറ്റർ ഓടിയതാ? നമുക്കിത് ആകെ ഒരു 30,000 കിലോമീറ്റർ. അതും 30 ആണോ? 30 50 പറഞ്ഞ സോറി, അത് തെറ്റിപ്പോയതായിരുന്നു. 30 ഓടിയിട്ടുള്ളൂ. മിക്കവാറും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനും ഈ കാറൊക്കെ പോകും. പിന്നെ എന്നോട് ഒന്ന് ചോദിച്ചാക്കരുത്, കാരണം നല്ല വെഹിക്കിൾസ് ഇപ്പോൾ അഖിലിപ്പോൾ കാണിച്ചു തരും. യാർഡിലാണെങ്കിലും കുറേ വണ്ടികൾ കിടപ്പുണ്ട്. നല്ല ഡീലാണ് കേട്ടോ. കുറേ കൈകറും മാഗ്നറ്റ്. ഇതേതാ? ക്രെറ്റ ഡീസൽ 2023. ഓക്കെ, 12.8. എത്ര കിലോമീറ്റർ ഓടിയതാ? 22,000 കിലോമീറ്റർ. എല്ലാം ഈ ലോ കിലോമീറ്റർ വണ്ടികളല്ല, എല്ലാം തന്നെ എല്ലാം ലോ കിലോമീറ്റർ. പറയാതിരിക്കാൻ മേലോട്ടോ. ഞാൻ മറ്റേ ഇത് പെയ്ഡായിട്ട് പറയുന്നൊന്നുമല്ല, പക്ഷേ ഇത് ഭയങ്കര നല്ല വെഹിക്കിൾസ് ഇവരുടെ കയ്യിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും റെക്കമെൻഡ് ചെയ്യും. പ്രൈസ് ആണെങ്കിലും മറ്റേ ഒത്തിരി കൊല്ലയൊന്നുമല്ല, അത്യാവശ്യം നല്ല പ്രൈസിങ് തന്നെയാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. നല്ല വാല്യൂ ഫോർ മണി ഡീലാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. നമുക്കിനി അങ്ങ് തിരിച്ചു പോയാലോ, നമ്മുടെ കാറിൻ്റെ എത്രയാണ് വാല്യുവേഷൻ എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതാണ്ട് ഞങ്ങൾ കാറൊക്കെ നോക്കി ലിയോ ബ്രോ അകത്തേക്ക് പോയ സമയത്ത് 45 മിനിറ്റ് ആയിരുന്നല്ലോ ഇവൻ്റെ വാല്യുവേഷൻ. 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്പിന്നിയുടെ ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട്. ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 17.5 ലാക്സ് 17.85 ലാക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ലിയോ ബ്രോയോട് ചോദിക്കുക ഇത് നെഗോഷ്യബിൾ ആണോ, ബാക്കി പ്രോസസ്സ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ലിയോ ബ്രോ,
അപ്പോൾ എനിക്ക് കോൾ വന്നു കേട്ടോ നിങ്ങളുടെ ഹെഡ് ഓഫീസിൽ നിന്ന്. വന്നായിരുന്നോ? വന്നു ഇപ്പോൾ. ഓക്കെ എന്താ പറഞ്ഞായിരുന്നു? 17.5 lakhs സംതിങ് ആണ് പറഞ്ഞേക്കുന്നത്. 17.5. എങ്ങനെയാ പ്രൈസ് ഓക്കെ ആണോ? അത് എത്ര എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? നമുക്ക് എക്സ്പെക്ടേഷൻ എത്രയായിരുന്നു വരുന്നത്? എക്സ്പെക്ടേഷൻ കുറച്ചുകൂടെ ഒക്കെ ഉണ്ട്. ഇതെങ്ങനെ ഇത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്? നെഗോഷിയേറ്റ് ചെയ്യാം. ഇതിപ്പോ ജസ്റ്റ് അവർ വിളിച്ചിട്ട് ഒരു പ്രൈസ് പറയാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, നെഗോഷിയേറ്റ് ചെയ്യാം. താല്പര്യമില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. നമുക്ക് ബാക്കി പ്രോസസ് നോക്കിയാൽ അങ്ങനെയാണ്. ഇപ്പൊ വരാം. അപ്പൊ ഞാൻ ശരിക്കും ഇപ്പൊ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യണം, എനിക്കിപ്പോ തന്നെ പൈസ കിട്ടുമോ? വണ്ടിക്ക് ലോണോ കാര്യങ്ങളോ എന്തെങ്കിലും? ഇല്ല, ലോണൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്യാം. വിത്തിൻ ഹാഫ് ആൻ അവർ ഫുൾ എമൗണ്ട് അക്കൗണ്ടിലേക്ക് വരും. ഫുൾ എമൗണ്ട് അക്കൗണ്ടിലേക്ക് വരും. നമുക്ക് ഒറിജിനൽ RC കോപ്പി, 2 കീ കാര്യങ്ങൾ വേണം. 2 കീ ഒറിജിനൽ RC, 2 കീ ഒറിജിനൽ അത്രേ ഉള്ളൂ. ഒരു കീ ഇല്ലെന്ന് അങ്ങനെ വല്ല സിനാരിയോ വന്നാൽ അങ്ങനെ ആകുമ്പോൾ അതിന്റെ ഒരു ഡിഡക്ഷൻ. പിന്നെ വേറെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അവർ ശരിക്കും ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ BMW വിളിച്ചിട്ട് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഇവർ എടുത്തിട്ട് കാണും. അതിനുശേഷം വണ്ടി വേറെ കേസ് ഉണ്ടോ, ഫൈന് കാര്യങ്ങളുണ്ടോ, അതൊക്കെ ചെക്ക് ചെയ്യും. എല്ലാം ചെക്ക് ചെയ്യും. എല്ലാം ഓക്കെ ആയിട്ടാണ് ഇപ്പൊ ആ ഒരു പ്രൈസ് വന്നേക്കുന്നത്. സോ വേറെ ബ്ലാക്ക് ലിസ്റ്റ് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഫൈൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതുമല്ല നിങ്ങൾ ഇപ്പോൾ ഡിഡക്ട് ചെയ്തിട്ട് പറയും. ഫൈന് കാര്യങ്ങളെല്ലാം നമുക്ക് ഡിഡക്ട് ചെയ്യും. സോ കറന്റ് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങൾ നോക്കിയപ്പോഴും വണ്ടിക്ക് വേറെ ടാമ്പറിങ്ങോ അല്ലെങ്കിൽ മേജർ ഇഷ്യൂസോ കാര്യങ്ങളോ ആക്സിഡന്റോ ഒന്നും ഇല്ല. അപ്പോൾ ഈ RC ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ വണ്ടി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അന്ന് തൊട്ടുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കല്ലേ? ഇന്നിപ്പോൾ വണ്ടി തരികയാണെങ്കിൽ ഇന്ന് തൊട്ടിട്ട് ഈ വണ്ടി കൊടുക്കുന്നവരെയുള്ള റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ്ലി സ്പിൻ അത് കംപ്ലീറ്റ് ഡോക്യുമെന്റ്സും പ്രൊവൈഡഡ് ആയിരിക്കും. അതാണ് കേട്ടോ ഏറ്റവും വലിയൊരു ഗുണം. നമ്മളൊരു ലോക്കൽ ഡീലർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ തലയിൽ തന്നെയാണ്. പക്ഷേ ഇതൊരു വലിയ കോർപ്പറേറ്റാണ്, ഇവരുടെ ലെറ്റർ ഹെഡിലുള്ള പേപ്പർ വാല്യുബിൾ തന്നെയാണ്. അപ്പോൾ അത് ഇവർക്കൊരു ലീഗൽ ടീമുണ്ട്, ബെഡായാണ്. സോ ദേ വിൽ ഹാൻഡിൽ ദാറ്റ്. അപ്പോൾ അത് വലിയൊരു ഒരു പ്ലസ് പോയിൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം തന്നെ നമുക്ക് പ്രൈസ് കിട്ടുമെന്ന് പറഞ്ഞു. ആൻഡ് ഇപ്പോൾ പറഞ്ഞേക്കുന്ന പ്രൈസ് ഇത് നെഗോഷ്യബിളാണ്. ഞാനൊരു 18 കുറച്ചുകൂടെ പോസിബിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൈസും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവനെ വേണമെങ്കിൽ കൊടുത്തിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ കൊടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഏതെടുക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് പറയുക. നമ്മൾ കുറച്ച് പ്രൊഡക്ട്സും കൂടെ ഇറക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം മേടിച്ച് നമുക്ക് പുതിയത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നമുക്ക് തുടങ്ങാം. പിന്നെ എന്താ പറയണ്ടത്, അപ്പോൾ ലൈക്ക് ഇതിപ്പം എനിക്കിപ്പോൾ ബേസിക്കലി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ സ്പിന്നിയുടെ സെല്ലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. ഞാൻ പ്രോപ്പറായിട്ട് വന്നു, ജസ്റ്റ് ഇവിടെ യാർഡിലൊന്ന് തപ്പിയ സമയത്ത് തന്നെ എനിക്ക് കുറേ കാറുകൾ കാണാൻ പറ്റി. ആ ഒരു ടൈമിനുള്ളിൽ തന്നെ ഇവർ വാലുവേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ടെന്ന് പറയുന്നത് അപ്പം നമുക്ക് ആ സ്പോട്ടിൽ തന്നെ പ്രൈസ് കിട്ടുന്നുള്ള ഇറ്റ്സ് ലൈക്ക് എ റിയലി ഗുഡ് പോയിൻറ്റ്. ആൻഡ് മൂന്നെന്ന് പറയുന്നത് ഇവരുടെ എല്ലാ ഉത്തരവാദിത്വ റെസ്പോൺസിബിലിറ്റി ഇവരെ ഏറ്റെടുത്തോളും എന്നുള്ള നല്ല പ്രൈസുമാണ്. അത് നെഗോഷ്യബിളും കൂടെയാണ്. നമ്മൾ ഇപ്പോൾ അവർ ആദ്യം പറയുന്ന പ്രൈസിന് കൊടുക്കണമെന്നില്ല. ദാറ്റ്സ് ലൈക്ക് ലിറ്ററലി എ നെഗോഷ്യബിൾ. അവിടെ ഒരു സ്പേസും ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. സോ വൺസ് അഗൈൻ ലിയോ ബ്രോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.